ഹലോ ഗൈസ്, നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു ബ്രോക്കോളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക് എന്നിവയാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു കടായി വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ നമ്മുടെ വലിയ ജീരകം, പെരുംജീരകമില്ലേ, അതൊരു സ്പൂണ്, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം, നോർമൽ ജീരകവും കൂടെ ഇടുക. അത് രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ ചേർത്ത് അതുകൂടെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ, അത് 2 ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അത് ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടുത്തെ പച്ചമുളക് നല്ല എരിയുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, തക്കാളി, അതൊരെണ്ണം അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ വെന്ത് നല്ല രീതിയിൽ ഉടഞ്ഞ് അതിലേക്ക് ചേരണം. അപ്പോൾ അതിന് വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് മൂടി വെച്ച് അടപ്പെടുത്ത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയെടുത്ത് ആ തക്കാളി നല്ല വെന്തുടഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കണം. വെന്തതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ആ പച്ചക്കുത്തൽ മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളി എല്ലാം കൂടെ കിടന്ന് വഴറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ബ്രോക്കോളി, അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബ്രോക്കോളിയാണ്. ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വൃത്തിയാക്കി വെച്ചേക്കുന്ന ബ്രോക്കോളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ബ്രോക്കോളിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കോളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി വെച്ചിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതെല്ലാം ഒന്ന് മസാല അതിലേക്ക് പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അത് മൂടി ഇളക്കി പിന്നെയും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം എന്ന് വെച്ചാൽ തോനെ വെള്ളം വേണ്ട, കാരണം നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂൺ വെള്ളം, അത് ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഒരു 2-3 സ്പൂൺ വെള്ളം, നല്ല ചൂട് വെള്ളം അതിലേക്ക് ഒന്ന് എടുക്കുക. ജസ്റ്റ് അതൊന്ന് വേവാൻ വേണ്ടി മാത്രം, ആ ബ്രോക്കോളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ അത്രയും വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ബ്രോക്കോളിയൊക്കെ വെന്തിറങ്ങുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ എടുക്കുക. വെള്ളം തോനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതിനോട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് ഞാൻ പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെടുത്ത് അതിലേക്ക് അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി വേണ്ടത്. ഒത്തിരി ഗ്രേവിയും വേണ്ട, അങ്ങ് ഡ്രൈ ആയിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി എടുത്തിട്ട് നമുക്ക് അവസാനമായി ഇതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയില അതുകൂടെ ചേർത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ആ മല്ലിയിലയും കൂടെ ചേർത്ത്, മല്ലിയിലയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലോ കുറവോ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് ഇളക്കി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആ മല്ലിയിലയും കൂടെ ഇളക്കി എടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രോക്കോളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രോക്കോളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.
അപ്പോൾ ഓക്കെ, പുതിയ റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ.